ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആറ്റത്തിൻ്റെ വിവിധ മോഡലുകളെ പറ്റിയാണ് അല്ലെങ്കിൽ മാതൃകകളെ പറ്റിയാണ്. ആദ്യമായിട്ട് അറ്റോമിക സിദ്ധാന്തം ജോൺ ഡാൾട്ടൺ 1808 ഡെവലപ്പ് ചെയ്തത്. ആറ്റം എന്ന വേർഡ് അറ്റോമോസ് എന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് കേട്ടോ വന്നത്. അറ്റോമോസ് എന്ന് പറഞ്ഞാൽ വിഭജിക്കാൻ കഴിയാത്തത് എന്നാണ് മീനിങ്. ആറ്റോമിക സിദ്ധാന്തത്തിൻ്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. രാസപ്രവർത്തന വേളയിൽ വിഭജിക്കാൻ കഴിയില്ല, അതുപോലെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല എന്നാണ് ഡാൾട്ടൺ പറയുന്നത്. ഒരു മൂലകത്തിൻ്റെ ആറ്റം അതിൻ്റെ ഗുണത്തിലും വലുപ്പത്തിലും മാസിലും ഒക്കെ തുല്യമായിരിക്കും. എന്നാൽ വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ ഗുണത്തിലും മാസിലും വലുപ്പത്തിലും ഒക്കെ വ്യത്യസ്തമായിരിക്കും. പിന്നെ രാസപ്രവർത്തന വേളയിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. രണ്ടോ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ലളിതമായ അനുപാതത്തിൽ സംയോജിച്ചാണ് സംയുക്തങ്ങൾ ഉണ്ടാകുന്നത്. അതായത് ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് ഒരു കാർബൺ ആറ്റവും 2 ഓക്സിജൻ ആറ്റവും സംയോജിച്ചപ്പോൾ ഉണ്ടായ ഒരു സംയുക്തമാണ്. അതാണ് രണ്ടോ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ലളിതമായ അനുപാതത്തിൽ സംയോജിച്ചാണ് സംയുക്തങ്ങൾ ഉണ്ടാകുന്നത്. ഇത്രയും ആശയങ്ങളാണ് അറ്റോമിക സിദ്ധാന്തത്തിൽ ജോൺ ഡാൾട്ടൺ പറയുന്നത്. അടുത്തതായി പ്ലം പുഡിംഗ് മോഡലിന് മറ്റൊരു പേരാണ് റെയ്സിൻ പുഡിംഗ് മോഡൽ അല്ലെങ്കിൽ തണ്ണിമത്തൻ മാതൃക. ഇത് ജെ തോംസൺ 1904 വികസിപ്പിച്ചെടുത്ത ഒരു ആറ്റം മോഡലാണ്. ഇതിൽ അദ്ദേഹം പ്രധാനമായും ആറ്റത്തിൻ്റെ ഘടനയെ പറ്റിയാണ് പറയുന്നത്. ആറ്റത്തിന് ഒരു ഗോളാകൃതിയാണ് എന്നാണ് തോംസൺ പറയുന്നത്. അതായത് തണ്ണിമത്തനിലെ മാംസഭാഗം, അതായത് ആ റെഡ് പോർഷൻ വ്യാപിച്ചിരിക്കുന്നത് പോലെ ഒരു ആറ്റത്തിൻ്റെ മാസ് അതിൻ്റെ എല്ലാ ഭാഗത്തും തുല്യമായി വീതിച്ചിരിക്കുന്നു എന്ന് നമ്മുടെ ജെ തോംസൺ പറയുന്നു. അതേപോലെ ആറ്റത്തിന് ചുറ്റും നെഗറ്റീവ് ചാർജ് ക്രമീകരിച്ചിട്ടുണ്ട്. തണ്ണിമത്തനിൽ അരികൾ ക്രമീകരിച്ചിരിക്കുന്നത് പോലെ ആറ്റത്തിൽ ഇലക്ട്രോണുകൾ ക്രമീകരിച്ചിരിക്കുന്നു എന്നാണ് ജെ തോംസൺ പറയുന്നത്. പോസിറ്റീവ് ചാർജിൻ്റെ എണ്ണവും നെഗറ്റീവ് ചാർജിൻ്റെ എണ്ണവും ആറ്റത്തിൽ തുല്യമാണ് എന്ന് പറയുന്നുണ്ട്. അതായത് ആറ്റം വൈദ്യുതപരമായി ചാർജ് ഇല്ലാത്ത കണമാണ് എന്നാണ് പ്ലം പുഡിംഗ് മോഡലിലൂടെ ജെ തോംസൺ പറയുന്നത്. അടുത്തതായി ന്യൂക്ലിയർ മാതൃക. ആറ്റോമിക സിദ്ധാന്തം പഠിച്ചു, പ്ലം പുഡിംഗ് മോഡൽ, മൂന്നാമതായി ന്യൂക്ലിയർ മാതൃക ഏണസ്റ്റ് റൂദർഫോർഡ് 1911 ഡെവലപ്പ് ചെയ്ത ഒരു ആറ്റം മോഡലാണ്. ആൽഫ റേ സ്കാനിംഗ് പരീക്ഷണം. ന്യൂക്ലിയർ മോഡലിൻ്റെ ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആറ്റത്തിൻ്റെ മധ്യഭാഗത്ത് ന്യൂക്ലിയസ് എന്ന പോസിറ്റീവ് ചാർജുള്ളൊരു ഭാഗമുണ്ട്. ഭൂരിഭാഗം സ്ഥലവും ശൂന്യമാണ്. എല്ലാ പോസിറ്റീവ് ചാർജും ഭൂരിഭാഗം മാസും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ന്യൂക്ലിയസിലാണ്. ഇലക്ട്രോൺ ന്യൂക്ലിയസിന് ചുറ്റും വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്നു. ഇതൊക്കെയാണ് ഏണസ്റ്റ് റൂദർഫോർഡിൻ്റെ ന്യൂക്ലിയസ് മാതൃകയുടെ ആശയങ്ങൾ. പിന്നെ ഇതിന് കുറച്ച് നെഗറ്റീവ് സൈഡ്സും ഉണ്ട്, പിന്നെ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ആറ്റത്തിൻ്റെ സ്ഥിരത വിശദീകരിച്ചിട്ടില്ല. പിന്നെ ഇലക്ട്രോണിക് ഘടന, ഹൈഡ്രജൻ സ്പെക്ട്രം, ഇതിനെ പറ്റിയിട്ടൊന്നും ഈ മാതൃകയിൽ സംസാരിച്ചിട്ടില്ല അല്ലെങ്കിൽ വിശദീകരിച്ചിട്ടില്ല. നാലാമതായി ബോർ മാതൃക നീൽസ് ബോർ 1913 ഡെവലപ്പ് ചെയ്ത മോഡലാണ്. ഈ മോഡൽ എന്ന് പറയുന്നത് റൂദർഫോർഡിൻ്റെ മോഡലിൻ്റെ നെഗറ്റീവ്സ് അല്ലെങ്കിൽ പരിമിതികളെയൊക്കെ പരിഹരിച്ചുകൊണ്ട് നീൽസ് നിർമ്മിച്ച ഒരു മോഡലാണ്. ഇതിൽ പറയുന്നത് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ ഒരു ഓർബിറ്റിലൂടെ പ്രദക്ഷിണം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഒരു നിശ്ചിത ഓർബിറ്റിൽ സഞ്ചരിക്കുന്ന ഇലക്ട്രോണിൻ്റെ ഊർജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല എന്ന് നീൽസ് വിശദീകരിക്കുന്നുണ്ട്. പിന്നെ ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഓർബിറ്റിൻ്റെ ഊർജം കൂടും എന്ന് നീൽസ് പറയുന്നുണ്ട്. ആൻഡ് ഓർബിറ്റുകളെ 1, 2, 3 എന്നിങ്ങനെ സംഖ്യകൾ നൽകി സൂചിപ്പിക്കാമെന്ന് ബോർ വിശദമായി ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ആറ്റത്തിൻ്റെ 4 വ്യത്യസ്ത മോഡലുകൾ.